ഹായ് മക്കളെ, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മളുടെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസ്റ്റന്റ്സ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വർഷവും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളോട് പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സബ്സ്റ്റൻസിനെ തരും, പദാർത്ഥത്തെ തന്നിട്ട് അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും അതേപോലെ തന്നെ അതിലുള്ള മോളിക്യൂളുകളുടെ എണ്ണവും കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാവരും ബുക്കും പേനൊക്കെ എടുത്ത് റെഡി ആയിരുന്നോ? നമുക്ക് ചെയ്ത് പഠിക്കാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ അറിയേണ്ട ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. എങ്ങനെയാണ് എലമെന്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്? എലമെന്റ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ആയിട്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിംഗ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റങ്ങളെയും തന്മാത്രകളെയും സൂചിപ്പിക്കുന്ന വിധം. നമ്മുടെ ചുറ്റും കുറെ എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സുകള് ചിലരൊക്കെ ഒരു കുഴപ്പമില്ല, ഒറ്റയ്ക്ക് അങ്ങ് നിന്നോളും. കൂടെ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാന്ന് പറഞ്ഞിട്ട് കുറെ എലമെന്റുകൾ ഒറ്റയ്ക്ക് നിൽക്കും. അങ്ങനെ ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ചില എലമെന്റുകൾ ഉണ്ട്. അവരാണ് നമ്മുടെ ഹീലിയം. ഇവിടെ കാണുന്നില്ലേ, ഹീലിയം, നിയോൺ, ആർഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇവരെ നമ്മൾ ഏകാറ്റോമിക തന്മാത്രകൾ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഒരൊറ്റ ആറ്റം മാത്രമേ ഉള്ളൂ. മോളിക്യൂള് നോക്കിക്കഴിഞ്ഞാലും ഒരു മോളിക്യൂളേ ഉള്ളൂ. ഒരു മോളിക്യൂള് ഒരാറ്റമായിട്ട് കാണുന്നവരാണ് ഏകാറ്റോമിക തന്മാത്രകൾ, അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ പറയും മോണോആറ്റോമിക് മോളിക്യൂൾസ്. മോളിക്യൂൾസ് വിത്ത് ഓൺലി വൺ ആറ്റം ആർ കോൾഡ് മോണോ ആറ്റോമിക് മോളിക്യൂൾസ്. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏകാറ്റോമിക തന്മാത്രകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, രണ്ടാറ്റങ്ങൾ വന്നു. ചില ആൾക്കാർക്ക് സിംഗിൾ ആയിട്ടിരിക്കാൻ വിഷമമായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാല് വേറൊരു ആറ്റത്തെയും കൂടെ വിളിച്ച് കയറ്റും. ഇപ്പൊ ഹൈഡ്രജൻ, അതേപോലെ മറ്റു ചില എലമെന്റുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരാറ്റത്തെയും കൂടെ കൂട്ടിച്ചേർത്തിരിക്കാന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കും. അവരെയാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. സാർ ഇപ്പൊ കാണിച്ചു തരും. ദാ നോക്കിക്കോ, മോളിക്യൂൾസ് വിത്ത് two atoms each are called diatomic molecules. രണ്ട് ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് H2, രണ്ട് ഹൈഡ്രജൻ ആറ്റമാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആറ്റങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ രണ്ടാണ്, ദ്വയാറ്റോമികമാണ്, ഡൈ ആറ്റോമിക് ആണ്. രണ്ട് ആറ്റങ്ങളാണുള്ളത്. ഇവിടെ നമുക്ക് ഒരു മോളിക്യൂളിലാണ് രണ്ട് ആറ്റങ്ങൾ ഉള്ളത്. ഇനി നമ്മൾ രണ്ടായിട്ട് ഇരുന്നിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. കുറച്ച് അംഗബലം കുറച്ചും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? കുറച്ചുകൂടെ ആറ്റങ്ങളെ ഒരുമിച്ച് ചേർത്തിരുത്തും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ബഹു ആറ്റോമിക തന്മാത്രകൾ. മോളിക്യൂൾ വിത്ത് മോർ ദാൻ 2 atoms ആർ കോൾഡ് പോളി ആറ്റോമിക് മോളിക്യൂൾസ്. രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളെ ബഹു ആറ്റോമിക തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. P4, ഫോസ്ഫറസ് 4 ആറ്റങ്ങളുണ്ട്. സൾഫർ 8 ആറ്റങ്ങളുണ്ട്. 4 ഫോസ്ഫറസ് ചേർന്നാലാണ് നമുക്കൊരു ഫോസ്ഫറസ് മോളിക്യൂളിനെ കിട്ടുന്നത്. 8 സൾഫർ ആറ്റങ്ങൾ ചേർന്നാലാണ് ഒരു സൾഫർ മോളിക്യൂളിനെ കിട്ടുന്നത്. അപ്പൊ ഇനി നമ്മള് എങ്ങനെയാണ് ആറ്റത്തിന്റെയും മോളിക്യൂളുകളുടെയും നമ്പർ കണ്ടുപിടിക്കാന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇത്രയും നേരം പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. താഴെ എഴുതുന്നതാണ് ആറ്റത്തിന്റെ നമ്പർ എന്നുള്ളത്. ഹീലിയം ഒരാറ്റമായിരുന്നു. H2 എന്ന് പറഞ്ഞപ്പോൾ 2 ആറ്റങ്ങളായിരുന്നു. P4 എന്ന് പറഞ്ഞപ്പോൾ 4 ആറ്റങ്ങൾ. S8 എന്ന് പറഞ്ഞപ്പോൾ 8 ആറ്റങ്ങൾ. താഴെ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നതാണ് ആറ്റങ്ങളുടെ എണ്ണം. അവിടെ എല്ലാം ടീച്ചർ പറഞ്ഞപ്പം പറഞ്ഞു ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞു. അതെവിടെയാണ് ഒരു മോളിക്യൂളിനെ എഴുതിയിരുന്നത്? എങ്ങും എഴുതിയിരുന്നില്ല. ആ ഒരു മോളിക്യൂളിനെ നമ്മൾ എഴുതുന്ന എവിടെയാണെന്നറിയോ? നമ്മൾ എഴുതുന്ന സബ്സ്റ്റൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. അതായത് നമുക്ക് കുറച്ച് സബ്സ്റ്റൻസുകളെ നോക്കാം. അതിലുള്ള നമ്പർ ഓഫ് ആറ്റത്തിനെയും നമ്പർ ഓഫ് മോളിക്യൂളിനെയും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം മക്കളെ. സബ്സ്റ്റൻസുകളെ ഞാൻ എടുക്കുന്നു. സബ്സ്റ്റൻസുകൾ എന്ന് വെച്ചാൽ പദാർത്ഥങ്ങൾ. കുറച്ചധികം പദാർത്ഥങ്ങൾ എടുത്തിട്ട് അതിലുള്ള നമ്പർ ഓഫ് മോൾസിനെയും, അതായത് നമ്പർ ഓഫ് മോളിക്യൂളുകൾ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിനെയും നോക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്നു പദാർത്ഥങ്ങൾ.
പദാർത്ഥം എടുക്കുന്നു, അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് എടുക്കാൻ പോകുന്നത്. എത്ര മോളിക്യൂളുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. അതോടൊപ്പം തന്നെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ടെന്നും കണ്ടുപിടിക്കാൻ പോവാണ്. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ തന്മാത്ര എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണെന്നറിയോ? ഞാൻ ഇവിടെ എടുക്കുവാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ഉദാഹരണങ്ങളെ തന്നെയാണ് എടുക്കുന്നത്. O2. O2ൽ എത്ര മോളിക്യൂൾ ഉണ്ട്, എത്ര ആറ്റങ്ങൾ ഉണ്ട്? അതാണ് എന്റെ ചോദ്യം. മക്കളെ, ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ വരുന്ന നമ്പർ എത്രയാണ്, സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പർ എത്രയാന്ന് നോക്കുക. അതാണ് അതിന്റെ ആറ്റത്തിന്റെ എണ്ണം. അപ്പൊ ഈ 1 മോൾ ഓക്സിജനിൽ നമുക്ക് 2 ആറ്റങ്ങളാണ് ഉള്ളത്. 2 ആറ്റത്തിന്റെ എണ്ണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മോളിക്യൂളിന്റെ എണ്ണം എന്താണ്? അത് ഇതുവരെ പറഞ്ഞില്ല അല്ലെ? മോളിക്യൂളിന്റെ എണ്ണം എന്ന് പറഞ്ഞാല് ഇങ്ങനെ എഴുതുന്ന ഒരു സബ്സ്റ്റൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ ആണ് അതിന്റെ ടോട്ടൽ മോളിക്യൂളുകളുടെ എണ്ണം. ഇവിടെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. അതിനർത്ഥം എന്താണ്? 0 എന്നാണോ? അല്ല, 1 ആണ്. ഒരു O2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മോളിക്യൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ഇനി ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ മക്കളെ? 1ൽ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട്? അപ്പൊ നമുക്ക് എഴുതാം 1 × 2 എന്ന് എഴുതാം. 2 എന്താണ്? ഒരു മോളിക്യൂളിൽ 2 ഓക്സിജൻ ആണ് ഉള്ളത്. സോ ഒരു മോളിക്യൂളിലുള്ള ഓക്സിജന്റെ എണ്ണം എന്ന് പറയുന്നത് 1 × 2 ആണ് ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം. ഇനി ഞാൻ അടുത്തൊരാളെ എടുക്കുവാണ്, 2N2. 2N2 എന്നെടുത്താൽ എന്താണ് മക്കളെ? ഇവിടെ N2 ആണ്. 2 നൈട്രജന്റെ 2 മോളിക്യൂൾ, 2 ആറ്റങ്ങൾ ചേർന്ന് നൈട്രജൻ N2 ആയിട്ടിരിക്കുന്നു. അതിന്റെ കൂടെ 2 മോളിക്യൂളും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം മോളിക്യൂളുകളുടെ എണ്ണം എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് കിടക്കുന്നത്? 2 ആണല്ലേ കിടക്കുന്നേ. അപ്പൊ അതിലുള്ള മോളിക്യൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇവിടെ എത്ര ആറ്റങ്ങൾ ഉണ്ട്? ഒരു മോളിക്യൂളിൽ 2 നൈട്രജൻ ആണുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് 2 മോളിക്യൂൾ ഉണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നറിയോ? മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ട് അത് ഇൻറ്റു ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ. അപ്പൊ നമുക്ക് എഴുതാം 2 × 2 വന്നാൽ 4 കിട്ടും. 4 ആറ്റങ്ങളാണ് 2 N2-ലുള്ളത്. അപ്പൊ 2 മോളിക്യൂളുകളുടെ എണ്ണം, 4 നമ്മളുടെ ആറ്റത്തിന്റെ എണ്ണം. സംശയം കാണും, നമുക്ക് ഒന്നും കൂടെ ചെയ്തു നോക്കാം. 3H2 ഞാൻ എടുത്തു. ഞാൻ എടുക്കുന്നത് ഏതാണ്? 3H2 ആണ്. മക്കൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയേ. 3H2-ലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന പദാർത്ഥത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ നമുക്ക് എഴുതാം 3 ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. സോ 3 ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി ഞാൻ പറഞ്ഞു ഒരു മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആണ്. 3 മോളിക്യൂളിലുള്ള ഹൈഡ്രജന്റെ എണ്ണമാണ് ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 മോളിക്യൂളിലുള്ള ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് 3 × 2 ആണ്, = 6 ആണ്. അപ്പൊ നമുക്ക് 3H2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് വെച്ചാൽ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഈ ലെഫ്റ്റിൽ കിടക്കുന്നത് എത്രയാണോ അതെടുത്ത് ഇവിടെ എഴുതി വെച്ചാൽ മതി. ആറ്റത്തിന്റെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ താഴെ എഴുതുന്ന സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഒരു മോളിക്യൂളിലെ ആറ്റത്തിന്റെ എണ്ണം. പക്ഷെ ഇവിടെ നമ്മുടെ കയ്യിൽ 3 മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 × 2 ചെയ്ത് കിട്ടുന്നതാണ് നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങള് ഇത്തിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി. ഞാൻ ഈ പറഞ്ഞ എലമെന്റുകൾ ഇപ്പൊ ഞാൻ ഒരുമിച്ച് തന്നേക്കുന്ന മോളിക്യൂളുകൾ ഒരേ എലമെന്റിന്റെ വെച്ചിട്ടാണ്. ഞാൻ 2ഓ 3ഓ എലമെന്റിനെ കൂട്ടിച്ചേർത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പഠിച്ചിട്ടുണ്ട്, കോമ്പൗണ്ട് കിട്ടും. ഞാനിവിടെ കോമ്പൗണ്ടിനെയാണ് എടുക്കുന്നതെങ്കിൽ ഈ കോമ്പൗണ്ടിലെ മോളിക്യൂളുകളുടെ എണ്ണവും ഈ കോമ്പൗണ്ടിലുള്ള ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോമ്പൗണ്ട് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ എത്രയാന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എത്രയാ വരുന്നതെന്ന് അറിയോ? 1 അല്ലേ വരുന്നത്? 1 ആണ് മോളിക്യൂളുകളുടെ എണ്ണം. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. ഇനി നമ്മൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് വേണ്ടത്. ഇവിടെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ആറ്റങ്ങൾ ഉണ്ട്? കാർബൺ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്. ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1 × 1 ആണ്. 1 വരാൻ കാരണം എന്താണ്? ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം 1 × 1 വന്നപ്പോൾ കാർബണിന്റെ കാര്യം തീരുമാനമായി.
പക്ഷേ ഇതൊരു കോമ്പൗണ്ട് ആണ്. ഒരു കോമ്പൗണ്ടിലെ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ ഏതൊക്കെ എലമെന്റുകൾ ഉണ്ടോ ഇവരുടെ എല്ലാ ആറ്റങ്ങളുടെ സം ആണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ എന്ന് പറയുന്നത് മോളിക്യൂളിന്റെ എണ്ണം 1 ആണ്, ഇൻറ്റു 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 × 1 1, 1 × 2 2 ആണ്. 1 + 2 മൊത്തം നമുക്ക് 3 ആറ്റങ്ങൾ ഉണ്ട്. ഇതാണ് കിട്ടുക. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ എടുക്കാണ്. 2H2SO4. ഇതിലെ ടോട്ടൽ ആറ്റങ്ങളുടെ എണ്ണവും മോളിക്യൂളിന്റെ എണ്ണവും. ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് മോളിക്യൂളിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ സെറ്റാണ്. ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ആണ് മോളിക്യൂളിന്റെ എണ്ണം. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? 2 ആണ് കൊടുത്തിരിക്കുന്നത്. മോളിക്യൂളിന്റെ എണ്ണം നമുക്ക് കിട്ടി 2 ആണ്. ആറ്റത്തിന്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക മക്കളെ? ആറ്റത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന സൂപ്പർ സ്ക്രിപ്റ്റുകൾ ആറ്റത്തിന്റെ എണ്ണമാണ്. ഇവിടെ ഇപ്പം 2 ഉണ്ട്, എസിനാണെങ്കിൽ 1 ഉണ്ട്, ഓക്സിജൻ ആണെങ്കിൽ 4 ഉണ്ട്. അത് കൂട്ടിയാൽ ആറ്റത്തിന്റെ എണ്ണം കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് എത്ര മോളിക്യൂൾ ഉണ്ട്? 2 മോളിക്യൂൾ ഉണ്ട്. ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളെ നമുക്ക് ഇതിനെ കൂട്ടിയാൽ കിട്ടുള്ളൂ. പക്ഷെ 2 മോളിക്യൂൾ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 × എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ആണുള്ളത്. പ്ലസ് നമുക്ക് പിന്നെ എത്ര സൾഫർ ഉണ്ട്? 2 മോളിക്യൂള് സൾഫർ ആണ്. അപ്പൊ 2 × 1, സൾഫറിന്റെ എണ്ണം 1 ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 1 കൊടുത്തത്. ബാക്കി നമുക്ക് 2 × എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ആണുള്ളത്. ഇതിനെല്ലാം കൂട്ടി എഴുതിയാൽ കിട്ടുന്നതാണ് 2H2SO4 ലെ സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ H2SO4 എന്ന് വിളിക്കുന്നത്. അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം 2 × 2 4 ആണ്, 2 × 1 2 ആണ്, 2 × 4 8 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 4 + 2 + 8. അപ്പൊ എത്ര കിട്ടും മക്കളെ? 14 ആറ്റങ്ങളാണുള്ളത്. ഇത്രയാണ് ആറ്റങ്ങളെ കണ്ടുപിടിക്കുന്നതും മോളിക്യൂളിനെ കണ്ടുപിടിക്കുന്നതും. മിസ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്തൊന്ന് പറയാം. സിമ്പിൾ ആണ് മക്കളെ, കാണുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ ഒരു സബ്സ്റ്റൻസ് തന്നേക്കുവാണ്. സബ്സ്റ്റൻസിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ആണ് മോളിക്യൂളിന്റെ എണ്ണം. ഇവിടെ 1 ആണെങ്കിൽ 1 മോളിക്യൂൾ, 2 ആണെങ്കിൽ 2 മോളിക്യൂൾ, 3 ആണെങ്കിൽ 3 മോളിക്യൂൾ, വീണ്ടും 1 വന്നു 1 മോളിക്യൂൾ, 2 വന്നു 2 മോളിക്യൂൾ. മോളിക്യൂളിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് സൈഡിലെ നമ്പറിനെ എഴുതിയാൽ മതി. സിമ്പിൾ ആയിട്ട് കിട്ടി. ആറ്റത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന സബ്സ്റ്റൻസിന്റെ താഴെ എഴുതുന്ന സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് ആറ്റങ്ങളുടെ എണ്ണം. O2 എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റങ്ങളാണ്. നമ്മൾ പഠിച്ചു ഡയാറ്റോമിക് മോളിക്യൂൾ. അപ്പൊ 2 ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് 2 എന്ന് എഴുതിയാൽ മതി. 1 × 2 എന്നൊന്നും എഴുതണ്ട, 2 എന്ന് എഴുതിയാൽ മതി. ഇവിടെ നോക്കിക്കേ, പക്ഷേ 2 N2 ഉണ്ടല്ലേ? ഒരു N2ൽ തന്നെ 2 ആറ്റങ്ങളുണ്ട്. അപ്പൊ 2 N2ലുള്ള ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 × 2 4 ആണ്. അടുത്ത നോക്കിയേ, 3H2 ആണ്. 2 ഹൈഡ്രജന്റെ 3 മോളിക്യൂളുകൾ വീതം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആണെങ്കിൽ 3 മോളിക്യൂളിൽ 3 × 2 6 ആറ്റങ്ങളാണുള്ളത്. അപ്പൊ ആറ്റത്തിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ടോ അതിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. കോമ്പൗണ്ടിലോട്ടാണ് വരുന്നതെങ്കിൽ നമ്മളോട് എക്സാമിന് സ്ഥിരമായിട്ട് കോമ്പൗണ്ട് ആണ് ചോദിക്കാറ്, കോമ്പൗണ്ടിലുള്ള മുഴുവൻ ആറ്റങ്ങളുടെ എണ്ണം. അപ്പൊ നമ്മൾ ഇതിന്റെ മുഴുവൻ ആറ്റങ്ങളുടെ എണ്ണത്തെ എടുത്ത് എഴുതണം. ചില സമയങ്ങളിൽ നമ്മളോട് മുഴുവൻ ആറ്റത്തിന്റെ എണ്ണമായിട്ട് ചോദിക്കാതെ ഏതെങ്കിലും ഒരാളുടെ മാത്രം ചോദിക്കും. അപ്പൊ നമുക്ക് കാർബൺ മാത്രം ചോദിച്ചു കഴിഞ്ഞാല് കാർബൺ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണമല്ലേ ഉള്ളൂ, ഒരു കാർബൺ ആറ്റം എഴുതിയാൽ മതി. ഓക്സിജന്റെ മാത്രം ചോദിച്ചാൽ ഇതിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ആണ്, 2 എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയത് വളരെ ചെറിയ പോർഷൻ ആണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. എൻ്റെ എല്ലാ മക്കളും ഇതെല്ലാം ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്ത് നോക്കി സംശയങ്ങളൊക്കെ തീർത്ത് പഠിക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ്.